ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ജോ റൂട്ട് തന്റെ കരിയറിലെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലെ നിർണായകമായ 4ാം ടെസ്റ്റിൽ നേടിയ സെഞ്ചുറി അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച റൺവേട്ടക്കാരിൽ ഒരാളാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സെഞ്ചുറി നേട്ടത്തോടെ റെക്കോർഡുകൾ പലതും റൂട്ടിന്റെ പേരിലായി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കിൾ വോൺ ജോ റൂട്ടിനെ കുറിച്ച് നടത്തിയ ഒരു പ്രവചനമാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺവേട്ട എന്ന റെക്കോർഡ് ജോ റൂട്ട് തകർക്കുമെന്നായിരുന്നു വോണിന്റെ പ്രവചനം. തന്റെ കരിയറിലെ 38ാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് റൂട്ട് ഇംഗ്ലണ്ടിനായി നേടിയത്. ഈ നേട്ടത്തോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരുടെ പട്ടികയിൽ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. റിക്കി പോണ്ടിംഗ്, ജാക്ക് കാലിസ്, രാഹുൽ ദ്രാവിഡ് തുടങ്ങിയ ഇതിഹാസ താരങ്ങളെയാണ് റൂട്ട് ഈ നേട്ടത്തോടെ പിന്നിലാക്കിയത്. 157 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 13,409 റൺസാണ് റൂട്ടിന്റെ ഇപ്പോഴത്തെ സമ്പാദ്യം. ഈ പ്രകടനത്തോടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ റൺവേട്ടക്കാരിൽ 1ാം സ്ഥാനത്തുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ 15,921 റൺസ് എന്ന റെക്കോർഡിംഗ് വെറും 2,500 റൺസ് മാത്രം അകലെയാണ് റൂട്ട്. ഇത് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയും കൗതുകവുമാണ് നിറച്ചിരിക്കുന്നത്. നിലവിലെ റൂട്ടിന്റെ ഫോമും ഫിറ്റ്നസും പരിഗണിക്കുമ്പോൾ സച്ചിന്റെ റെക്കോർഡ് തകർക്കുക എന്നത് അസാധ്യമല്ലെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമെന്ന സ്റ്റീവ് സ്മിത്തിന്റെ റെക്കോർഡും ജോ റൂട്ട് ഈ മത്സരത്തിലൂടെ തകർത്തു. ഇന്ത്യക്കെതിരായ ഒരു ഇംഗ്ലീഷ് ബാറ്റ്സ്മാന്റെ 12ാമത്തെ സെഞ്ചുറിയാണിത്. ഇത്തരം വ്യക്തിഗത നേട്ടങ്ങൾ റൂട്ടിന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങൾ അടിവരയിടുന്നതാണ്. ജോ റൂട്ടിന്റെ ഈ മിന്നും പ്രകടനത്തിന് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളിൽ നിന്നും സഹതാരങ്ങളിൽ നിന്നും ആശംസകൾ പ്രവഹിച്ചു. എന്നാൽ ഈ അഭിനന്ദന പ്രവാഹങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായൊരു പ്രവചനത്തിലൂടെ മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കിൾ വോൺ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ക്രിക്ക് ബസിൽ ദിനേശ് കാർത്തിക്കിനൊപ്പം സംസാരിക്കവെയാണ് വോൺ തന്റെ കൗതുകകരമായ പ്രവചനം നടത്തിയത്. വോൺ തന്റെ ക്രിസ്റ്റൽ ബോളിൽ കണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് പങ്കുവച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിലെ ദൈവമാണെന്ന്. എന്നാൽ ജോ റൂട്ട് സച്ചിനെ മറികടക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വോണിന്റെ വാക്കുകൾ ഇവിടെ അവസാനിച്ചില്ല. പ്രവചനം കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ക്രിസ്റ്റൽ ബോളിൽ പരിശോധിച്ചപ്പോൾ 2027 ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന 4ാം ടെസ്റ്റിൽ അദ്ദേഹം ആ റെക്കോർഡ് മറികടക്കും. വോൺ തന്റെ പ്രവചനത്തിന്റെ ഒരു ഭാവനാത്മകമായ രംഗം പോലും നൽകി. പാറ്റ് കമ്മിൻസ് റൂട്ടിന്റെ ഇടുപ്പ് ലക്ഷ്യമാക്കി ഒരു പന്ത് എറിയും. റൂട്ട് ആ പന്തിനെ കടാക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ സച്ചിനെ മറികടക്കും. അതാണ് സ്വപ്നം. അങ്ങനെയാണ് ക്രിസ്റ്റൽ ബോളിൽ കണ്ടത്. ഈ പ്രവചനം ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചിരിയും കൗതുകവും ഒരുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർക്കുക എന്നത് ഏതൊരു ബാറ്റ്സ്മാന്റെ വലിയ സ്വപ്നമാണ്. സച്ചിന്റെ കരിയർ 200 ടെസ്റ്റുകളായിരുന്നു. അതിൽ നിന്നാണ് 15,921 റൺസ് എന്ന നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയത്. നിലവിൽ റൂട്ട് 157 ടെസ്റ്റുകൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. റൂട്ടിന്റെ നിലവിലുള്ള ശരാശരിയും ഫിറ്റ്നസും കണക്കിലെടുത്താൽ 2027 സച്ചിന്റെ റെക്കോർഡ് മറികടക്കാൻ അദ്ദേഹത്തിന് സാധ്യതയുണ്ടെന്നും ചില വിശകലന വിദഗ്ധർ കരുതുന്നുണ്ട്. മൈക്കിൾ വോണിന്റെ പ്രവചനം ഒരു തമാശ രൂപത്തിലാണെങ്കിലും അതിനൊരു യാഥാർത്ഥ്യത്തിന്റെ മുഖമുണ്ട്. ജോ റൂട്ടിന്റെ ബാറ്റിംഗ് മികവും സ്ഥിരതയും അദ്ദേഹത്തെ ഈ നേട്ടത്തിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ളതാക്കുന്നു. 34 വയസ്സ് മാത്രം പ്രായമുള്ള റൂട്ടിന് ഇനിയും വർഷങ്ങളോളം ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരാനും സാധിക്കും. അതുകൊണ്ട് വോണിന്റെ പ്രവചനം ഒരു വിദൂര സ്വപ്നം മാത്രമല്ല, സാധ്യതയുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സച്ചിൻ ആരാധകരും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ആരാധകരും ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. വരും വർഷങ്ങളിൽ ജോ റൂട്ട് സച്ചിന്റെ മഹത്തായ റെക്കോർഡ് തകർക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ. ഈ കാത്തിരിപ്പ് ടെസ്റ്റ് ക്രിക്കറ്റിന് കൂടുതൽ ആവേശം നൽകുമെന്നതിലും സംശയമില്ല.